ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് മെന്നാമത്തെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നല്ല ഇൻഷുറൻസ് ഒന്നും സ്ഥലമില്ലാത്ത പോലെ നമുക്ക് അവിടെ നിന്ന് എടുക്കണം. രണ്ട് പോയി പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പെറ്റ് അനിമൽസിൻ്റെ ഇതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഡോഗ്, പിന്നെ ഒരു ക്യാറ്റ് പോലത്തെ എന്തോ ഉണ്ട്, പിന്നെ ആട്, അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് സംഭവം കേട്ടോ. ഇത് കരടിയാണ് കേട്ടോ, പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്നില്ല. ഇങ്ങനെ ചെറിയ ക്രിൽസ് ആയതുകൊണ്ട് തന്നെ സൂം ആക്കിയിട്ടും ഇത്ര മാത്രമേ കിട്ടുന്നില്ലൂ കേട്ടോ, അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. നല്ല വലിയ കരടിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു കരടിനെ കാണാൻ, എനിക്ക് ഓർമ്മയില്ല. പണ്ട് മൈസൂർ സൂവിലെല്ലാം പോയിനെ, അപ്പോൾ അത് കണ്ടിന്യൂ ഇല്ലേ നമുക്ക് വലിയ ഓർമ്മയില്ല കേട്ടോ, കുറേ കൊല്ലമായി. പിന്നെ ഇത് മങ്കിയാണ് കേട്ടോ, അങ്ങനത്തെ ഒരു 2-3 ടൈപ്പുള്ള മങ്കി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് മങ്കി ഉണ്ട്, ബട്ട് അതിൻ്റെ ഉള്ളിൽ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, അതിങ്ങോട്ട് വരായിട്ടാണ്. ഇതൊരു ചെറിയ കരടി കുട്ടിയാണ്, നല്ല രസമുണ്ട് ഇതിനെ കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളെ കണ്ടം പാടെ അതിങ്ങ് ഓടി വന്ന ഗ്രിൽസിൻ്റെ അവിടെ തന്നെ നിന്ന് എന്തെല്ലോ പറയുന്നുണ്ട്. ശരിക്കും എന്തോ പറയുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇങ്ങനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അത് അവരെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടേനു. പിന്നെ ഇത് ചെറിയ ആടും കുട്ടിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 4-5 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 2 കാണുന്നു, 3 കാണുന്നില്ല, അപ്പുറത്തെ സൈഡുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഡോഗാണ് കേട്ടോ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് എനിക്കിഷ്ടമായി ഒരു ചിമ്പാൻസീന്, നല്ല രസമായിട്ടോ ഇത്. പക്ഷെ ഇതിന്ന് കുറച്ച് വയലൻ്റാണ് കേട്ടോ. ഇതിനിങ്ങനെ വന്ന് ആരോ എന്തോ ചെയ്തിട്ട് അതിന് കുറച്ച് വയലൻ്റാണ്. അവരെ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിട്ട്, അവർ ഇങ്ങനെ ഓടിയാലും അവരെ ബാക്കിൽ തന്നെ ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ അവർ കാര്യമായിട്ട് എന്തോ ആക്കിയെന്ന് അടുത്ത ആൾ പറഞ്ഞിട്ടാ. ഇതിങ്ങനെ അതിനെ നോക്കുന്ന അടുത്ത സ്റ്റാഫാണ്. പക്ഷെ ഇവർ പറഞ്ഞിട്ടൊന്നും അത് കേൾക്കുന്നേ ഇല്ല കേട്ടോ, ഒന്നും കേൾക്കുന്നില്ല. അതിന് ഭയങ്കര ദേഷ്യം എന്തോ അതിനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിങ്ങനെയൊന്നുമല്ല. എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ടാവും. നമ്മൾ കുറേ വീഡിയോ എല്ലാം കണ്ടിരുന്നേ ഇതിൻ്റെ. ഇത് എത്രയോ ഇയേഴ്സായിട്ട് അവിടെ ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഇവരതിനെ നല്ല അത് പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് തന്നെ ഇവർ നല്ല അതിനെ വേദന ആക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അതിനിങ്ങനെ എന്തെല്ലോ ആക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും അത് എന്തോ പറഞ്ഞാലും അത് അനുസരിക്കുന്നില്ലേ. അവരെ കണ്ടിട്ട് അവരെ തന്നെ ഫോളോ ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ ഒരാളെ. ഞാൻ വീഡിയോയിൽ കൊടുക്കട്ടോ. ഇവരത് എന്നാ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടികളെ കളി, ഇങ്ങനെ വാശി പിടിച്ച് നിലത്തെല്ലാം ഇങ്ങനെ ഉരുളില്ലേ, അതേപോലെ കളിക്കുന്നുണ്ടായിട്ട് അത്. ഇങ്ങനെ അടുത്തെല്ലാം പോയി അതൊന്നും ചെയ്യൂല കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കൂടെ വന്നിരിക്കും, ഇങ്ങനെ കൈയെല്ലാം പിടിച്ച് നടക്കും, ഫോട്ടോ എടുക്കാൻ എല്ലാ പോസും കാണിച്ചൊക്കെ തരും. പക്ഷെ ഇന്ന് അതിന് കുറച്ച് മൂഡ് ശരിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഞാനൊരു ഹെറോ മാർക്കറ്റിൽ ഇങ്ങനെ കാണിച്ചു, അയാളാണ് കേട്ടോ ഇതിനെന്തോ ചെയ്ത്. അയാളെ കാണുമ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ഇത് വയലൻ്റ് ആകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അത് അയാളെ കാണുമ്പോൾ അതങ്ങ് അയാളെടുത്ത്, പക്ഷെ അയാൾ ഇതിനെ പേടിച്ചിട്ട് ഓടുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ കേൾക്കായിട്ട് അടുത്ത സ്റ്റാഫ് ഒരു സ്റ്റിക്ക് എടുത്തരും, പിന്നെ അത് അനങ്ങാണ്ട് നിന്നിട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് നോർമലായി. പിന്നെയെന്ന് പറഞ്ഞാൽ ബേർഡാണ് കേട്ടോ.
അങ്ങനെ ബേർഡ്സിന് നമ്മൾ ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇത് ഇങ്ങനെ കയറി പോയിട്ടോ. വീഡിയോ എടുക്കുക. ഇത് മുമ്പോട്ട് വിടരുത്. കൈ ഇങ്ങനെ ആക്കണം. ഈ കുപ്പായത്ത് വെച്ചെടുക്കും. കൈ എന്തെന്നാവുന്നേ കുറച്ച് താ. കുട്ടി ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട ആ ഒരു ഡക്കാണ് കേട്ടോ. ഇതിങ്ങനെ നടക്കുക. പിന്നെ എന്തെങ്കിലും കണ്ട ഇങ്ങനെ കുട്ടികളെല്ലാം കൊത്തുന്നെല്ലാം ഉണ്ട് കേട്ടോ. വേദന ഉണ്ടോയെന്ന് എന്താ അറിയില്ല. അവരുടെ കുട്ടീനെ കൊത്തിയിട്ട് കുറേ സമയം കരഞ്ഞീനെ. പിന്നെ നമുക്കിങ്ങനെ ടയർഡായാൽ ഇത് റെസ്റ്റിംഗ് റൂമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് എത്ര സമയം വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ പോവാം. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമുണ്ട്. വലിയൊരു ഹാള് പോലത്താണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. പിന്നെ പുറത്ത് പിന്നെ ഇങ്ങനെ മിററിൻ്റെ ഉള്ളിലൂടെ കാണുന്ന അങ്ങനെ കുറച്ച് അനിമൽസിനെ സെറ്റാക്കി കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലത്തെ ഒരു സൈഡാണ്. അവിടെ ഇങ്ങനെ എക്സസൈസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനത്തെ മെഷീൻസും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇവനിക്ക് എന്ത് കണ്ടാലും ഇങ്ങനെ ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് റിഷാൻ. അപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് ഇവനെ അതേപോലെ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓണിലില്ലാത്തതുകൊണ്ട് മമ്മയിനകത്തോണ്ട് അനങ്ങാണ്ട് കീഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ റെസ്റ്റിംഗ് റൂമും നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുന്ന നിസ്കരിക്കാനൊരു ഇതല്ലേ അങ്ങനെയെല്ലാം സെറ്റാക്കിന് കേട്ടോ ഇവർ. പിന്നെ ഇത് ഒരു എലിഫാൻറ്റിൻ്റെ ഒരു വലിയൊരു ഡമ്മിയാണ് കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ ഉള്ളിലോട്ട് കയറാം വാതിലൊക്കെ ഉണ്ട്. ഇങ്ങനെ റിഷാന് കയറി നോക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ അത് ക്ലോസ് ആക്കിനെ. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് ഒരു കുറച്ച് ആടെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങി വന്നിട്ടോ. നല്ല വലുതാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ശരിക്കും ഇങ്ങനെ റിയൽ ആയിട്ടുള്ള പോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ നോക്കി ഇതിനെ കാണാൻ. മമ്മ പാങ്ങണ്ട പേടിയായിരുന്നിട്ടാ. അങ്ങനെ ഇവർക്ക് ടയർഡാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പീടിയെന്നൊരു ജ്യൂസെല്ലാം വാങ്ങി ഓരോന്ന് സെറ്റാക്കി. അപ്പോൾ ഇവിടുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കനിൽ അമർത്തണം. ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ആക്കാൻ ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ വരുന്നവർക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും. B B B
വേറെ സ്റ്റെപ്പ് കൊടുത്തിരി Moye moye.